സുഹൃത്തുക്കളെ, ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ചില ശക്തികളുണ്ട്. പക്ഷെ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം തന്നെ അവയാണ്. അതായത് കാറ്റ്, വിശ്വാസം, ഈശ്വരൻ, അതുപോലെ തന്നെയുള്ള ഒരു ശക്തിയാണ് ഐഡിയയും. പല വർഷങ്ങൾക്ക് മുന്നേ ആർക്കോ ചക്രമുണ്ടാക്കാനുള്ള, അതായത് വീലുണ്ടാക്കാനുള്ള ഐഡിയ തോന്നി. മനുഷ്യകുലത്തിന്റെ പുരോഗതി തന്നെ അവിടെയാണ് തുടങ്ങിയത്. മനുഷ്യർ തീയുടെ ഉപയോഗം കണ്ടുപിടിച്ചു. അത് ഭക്ഷണമുണ്ടാക്കാൻ മാത്രമല്ല, ഇന്ന് റോക്കറ്റ് വിക്ഷേപിക്കാൻ വരെ പ്രയോജനപ്പെടുന്നു. മനുഷ്യൻ വസ്ത്രങ്ങൾ തുന്നുന്നത് പോലെ തന്നെ മനുഷ്യന്റെ ശരീരത്തിലും തുന്നലിടാനുള്ള വിദ്യ പഠിച്ചു. അങ്ങനെ മെഡിക്കൽ സർജറികളിലൂടെ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്നു. അങ്ങനെ ഓരോരുത്തർക്കും പുതിയ പുതിയ ബിസിനസ് ഐഡിയകൾ തോന്നുമ്പോൾ നമ്മുടെ ഭാരതവും ഒരു യൂണിക്കോണിനെ പോലെ കുതിക്കുന്നു. രാജ്യത്തെ ഓൺട്രപ്രണേഴ്സിനെ, അതായത് യുവ സംരംഭകരെ വളർച്ചയിലേക്ക് നയിക്കാൻ, ഒപ്പം ഇന്ത്യയിൽ നിന്നുള്ള ലൈഫ് ചേഞ്ചിങ് ഐഡിയകളെ ലോകത്തെല്ലായിടത്തും എത്തിക്കാനും എത്തിയിരിക്കുന്നു ഭാരതത്തിന്റെ സ്വന്തം സ്റ്റാർട്ടപ്പ് വേദി ഐഡിയ ബാസ്. ഐഡിയ നിങ്ങളുടേത്, പണം ഞങ്ങളുടേത്. നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റിംഗ് ടൈറ്റൻസിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. സ്വാഗതം ചെയ്യുന്നു അവാർഡ് വിന്നിംഗ് ജേർണലിസ്റ്റ് ആൻഡ് ഓൺട്രപ്രണർ, ഷീ ദ പീപ്പിളിന്റെയും ഗായത്രിയുടെയും ഫൗണ്ടർ ഷൈലി ചോപ്ര. നിറഞ്ഞ കൈയടികളോടെ സ്വാഗതം ചെയ്യാം ഇൻഡോറിൽ നിന്ന് അമേരിക്ക വരെ തന്റെ ബിസിനസ് സാമ്രാജ്യം വളർത്തിയ സീരിയൽ ഇൻവെസ്റ്റർ, VC ഫ്രം വാഷിംഗ്ടൺ DC, സന്ദേശ് ശാരദ. ലിബർട്ടി ഷൂസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനുപം ബൻസൽ. പുരാതനമായ ആയുർവേദിക് അറിവുകളെ മോഡേൺ ബിസിനസ്സുമായി കൂട്ടിക്കലർത്തി ലക്ഷക്കണക്കിന് വീടുകളിലേക്ക് എത്തിച്ച യങ് ഓൺട്രപ്രണേഴ്സിന്റെ ഫേവറേറ്റ് അർജുൻ വൈദ്യ. വെൽക്കം ടൈറ്റൻസ്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരെയും കാണാൻ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ ഇന്ന് വന്നപ്പോഴുള്ള കോൺഫിഡൻസ് കാണുമ്പോൾ നമ്മുടെ ഇന്നത്തെ എല്ലാ ഐഡിയ ബാസിന്റെയും തലവിധി മാറാൻ പോവാണെന്ന് എനിക്ക് തോന്നുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ ആദ്യത്തെ 2 ഐഡിയ ബാസുകൾ 2 സൂപ്പർ ബോയ്സ് ആണ്. അവരെന്ത് തന്നെ ചെയ്താലും സൂപ്പറായിട്ട് ചെയ്യും. നമുക്കിന്ന് അവരെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാം. ഹൈദരാബാദിൽ നിന്നുള്ള അഭിഷേക് കൃഷ്ണ സായി ഗുപ്ത, ഒപ്പം മാലേഗാവിൽ നിന്നുള്ള വിനോദ് ത്രിമുഖെ. നമസ്കാരം ടൈറ്റൻസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നോവേഷന് 2 ഹബ്ബേ ഉള്ളൂ. ഒന്ന് അമേരിക്കയിലുള്ള സിലിക്കോൺ വാലി, രണ്ടാമത്തത് ഞങ്ങളുടെ മാലേഗാവിലുള്ള വാഡേ. അതുകൊണ്ട് അവിടെയുള്ള മെൻ ആവട്ടെ ബോയ്സ് ആവട്ടെ എല്ലാവരും സൂപ്പർ ആയിരിക്കും. അവിടെ നിന്ന് ഒരു സൂപ്പർ ബോയ് വന്നിട്ടുണ്ട് ഒരു പുതിയ മിഷനുമായി. ഇതാണ് എന്റെ സുഹൃത്ത്. ഹലോ ടൈറ്റൻസ്, ഞാൻ അഭിനവ് ഗുപ്ത ഹൈദരാബാദിൽ നിന്ന് വരുന്നു. ബിരിയാണിയും ഐഡിയയും രണ്ടും നല്ല ചൂടായിരിക്കും. മാലിഗാവിലുള്ള വിനോദിന്റെ കൂടെ ഫ്രണ്ട്ഷിപ്പായി 2 പേരും ഒന്നു ചേർന്നു. പുതിയ എഞ്ചിനീയറിംഗ് പ്ലാൻ രൂപപ്പെടുത്തിയെടുത്തു. സൂൺ ടു ബി ഫേമസ് വൺ ബോക്സ്. ഇത് നിങ്ങളുടെ നോർമൽ സൈക്കിളിനെ വെറും 7 മിനിറ്റ് കൊണ്ട് സൂപ്പർ ബൈക്കാക്കി മാറ്റും. സോ പെട്രോളിന് പറയൂ ബൈ ബൈ, ടാറ്റ പറയൂ ടയർഡ്നെസ്സിന് ആൻഡ് പൊല്യൂഷന് ഫുൾ ഇനി സ്റ്റോപ്പ്. ഷോറൂമും ആവശ്യമില്ല, മെക്കാനിക്കും ആവശ്യമില്ല. ഫിറ്റ് ചെയ്യൂ ബാറ്ററി, കൺട്രോളർ, മോട്ടോർ ആൻഡ് ത്രോട്ടൽ. ക്ലിപ്പ് ചെയ്യൂ, സ്നാപ്പ്, റൈഡ്, പിന്നെ ഫീൽ ചെയ്യും സൂപ്പർ. നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഡെലിവറി ബോയ്സ്, ഫാർമേഴ്സ്, സൈക്കിൾ എന്തൂസിയാസ്, സ്റ്റുഡൻസ് എല്ലാവർക്കും ഇത് സൂപ്പർ പവർ തരും. ഇതിന് 20 തൊട്ട് 25 കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ട്. ആൻഡ് ചാർജിംഗ് വീട്ടിലെ സോക്കറ്റിൽ തന്നെ ഇടാൻ പറ്റും. ഫ്രം ഗലീസ് ഓഫ് ഹൈദരാബാദ് ടു ലൈൻസ് ഓഫ് മാലിഗാവ്. ഞങ്ങൾ എല്ലാ സൈക്ലിസ്റ്റിനും ഇപ്പൊ കൊടുക്കാൻ പോകുന്നത് പുതിയ യുഗത്തിനുള്ള പുതിയ സവാരി. ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞില്ലേ ടൈറ്റൻസ്, ഞങ്ങൾ എന്ത് ചെയ്താലും അത് സൂപ്പർ ആയിരിക്കുമെന്ന്. അതുകൊണ്ട് ഞങ്ങളുടെ ആസ്ക് 35 lakhs ഫോർ 3.5% ഇക്വിറ്റി. എന്നാലും ഞങ്ങളെ കൊണ്ട് വൺ ബോക്സിനെ ഓരോ ഗ്രാമത്തിലും ഓരോ സ്ട്രീറ്റിലും കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളും ഇപ്പോ ഞങ്ങളോടൊപ്പം കൈകോർത്ത് ആകാൻ പോകുന്നു ടൈറ്റൻസ് ടു സൂപ്പർ ടൈറ്റൻസ്. ടൈറ്റൻസ്, ഇത് നിങ്ങൾക്ക് സൂപ്പർ ടൈറ്റൻസ് ആവാനുള്ള ഒരു അവസരമാണ്. അതെ, ഞാനും ഒരു 1 ബോക്സ് വാങ്ങണമെന്ന് തോന്നുന്നല്ലോ. എന്റെ അടുത്ത് ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്റെ ബൈക്ക് സ്വന്തമായിട്ടുള്ള ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അവരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ഞാനങ്ങ് പോകും. അങ്ങനെ എന്റെ സൈക്കിൾ താനെ ബൈക്കായിട്ട് മാറും. പക്ഷെ നിങ്ങളുടെ ഈ ഐഡിയ ആ ഐഡിയക്കാൾ ബെറ്റർ ആണ്. നല്ല സേഫ്റ്റി ഉണ്ട്. ഹൈദരാബാദും അതുപോലെ മാലേഗാവും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സൗഹൃദം എങ്ങനെയാണ് തുടങ്ങിയത്? ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു US-ല്. എങ്ങനെങ്കിലും ഇന്ത്യയിലേക്ക് മൂവ് ആവണമെന്ന് വിചാരിച്ചു, കാരണം ഗ്രാജുവേഷൻ കഴിഞ്ഞില്ലേ. ആ സമയത്ത് ഞാൻ ഒരുപാട് ഐഡിയ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, കാരണം എനിക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോ എന്റെ ഫ്രണ്ട് ഒരു റീപോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ലിങ്ക്ഡിനില്. അതിൽ ഞാൻ കണ്ടിരുന്നു അതിലൊരാള് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഒരു സൈക്കിളിനെ ഇലക്ട്രിക് സൈക്കിളാക്കി മാറ്റുന്നു. ഐ വാസ് വെരി ക്യൂരിയസ്. പിന്നെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. ബ്രോ,
ഐ റിയലി ലൈക്ക് യുവർ ഐഡിയ. സോ എനിക്ക് പിച്ചിങ് ചെയ്യണം. അതിനുശേഷം ഞങ്ങൾ ഒരുപാട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് രാത്രിയാകുമ്പോൾ അവർക്ക് പകലാണ്, അവർക്ക് പകലാകുമ്പോൾ എനിക്ക് രാത്രിയാ. ഈച്ച് മീറ്റിംഗ്സ് അറൌണ്ട് 5 to 6 hours. പിന്നെ എന്റെ ഗ്രാജുവേഷന്റെ രാത്രിയിൽ പോലും ഞാൻ മീറ്റിംഗിലായിരുന്നു. അതിന് എന്റെ പേരൻസ് ഒരുപാട് ചീത്ത പറഞ്ഞു. അപ്പോ അങ്ങനെ ഞങ്ങൾക്കുള്ളിൽ വൈബ് ഉണ്ടായി. അങ്ങനെ വി ഹാവ് ജോയിന്റ്. ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം. അപ്പോൾ ഈ ഐഡിയ നിങ്ങളുടേതാണോ? അതെ, നിങ്ങൾക്ക് സർ. എങ്ങനെയാണ് ഈ ഐഡിയ തോന്നിയത്? ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലിന്നാണ് സർ വരുന്നത്. ഞങ്ങളെ കൊണ്ട് വീട്ടില് ഒരു 2 വീലർ മാത്രമേ അഫോർഡ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. വീടുകൾ തോറും കയറി ഇറങ്ങി കാറ് ക്ലീൻ ചെയ്യുന്നതായിരുന്നു എന്റെ പണി. അപ്പോ എനിക്ക് വന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വീട് തോറും കയറി ഇറങ്ങി കാറ് ക്ലീൻ ചെയ്യുമ്പോൾ നടന്നു പോകുന്നത് കുറച്ച് പാടായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചത് ഒരു ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് പോകാൻ പറ്റും. അതുകൊണ്ടൊരു ഇലക്ട്രിക് സൈക്കിൾ ഉണ്ടായാൽ കൊള്ളാമെന്ന് കരുതി. അതിനുവേണ്ടി ഞാൻ കുറെ റിസർച്ച് ചെയ്തു, കുറെ പണിയെടുത്തു. അങ്ങനെയാണ് ഞങ്ങൾ ഈ വൺ ബോക്സ് കണ്ടുപിടിച്ചത്. വൺ ബോക്സ് ഉണ്ടാക്കുന്നതിന് മുന്നേ നിങ്ങൾ എത്ര പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി? ഓൾമോസ്റ്റ് ഞങ്ങൾ 3 ടൈപ്സ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് 1 ബോക്സ്. അതിനുശേഷം ഉണ്ടാക്കിയതാണ് V1 ബോക്സ്. ഇപ്പോ അതാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഞാൻ അങ്ങോട്ട് വന്നതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പ്ലഷർ. കിറ്റിനോടൊപ്പം നിങ്ങൾക്ക് എല്ലാ ആക്സസറീസും കിട്ടും. മോട്ടറുള്ള വീലും കിട്ടും. നിങ്ങൾ ചെയ്യാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. സൈക്കിളിന്റെ വീല് മാത്രം മാറ്റണം. Front wheel. അതും ഫ്രണ്ട് വീല് മാത്രം മതി. അതിന് 2 നട്ടേ ഉള്ളൂ. ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് മോട്ടറുള്ള വീലിനെ ടൈറ്റ് ആയിട്ട് ഇതിൽ ഫിറ്റ് ചെയ്യണം. ശേഷം നിങ്ങൾ കൺട്രോളറിനെ ഫിറ്റ് ചെയ്യണം. പിന്നെ ത്രോട്ടിൽ ഫിറ്റ് ചെയ്യണം. എന്നിട്ട് താഴെയുള്ള ബാറ്ററിയും ഫിറ്റ് ചെയ്യണം. ഇത് ഫിറ്റ് ചെയ്യാൻ വെറും 2 സ്ക്രൂ മാത്രം മതി. ഇതാ കണ്ടില്ലേ, വെറും 7 മിനിറ്റിൽ നിങ്ങൾക്ക് ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് സാധാരണ സൈക്കിളിനെ ഇലക്ട്രിക് സൈക്കിൾ ആക്കാം. ഞാനിത് സാധാരണ ഓടിക്കുന്ന പോലെ ഓടിക്കുകയാണ്. ഇതിപ്പോ മാനുവൽ ആക്ടിവിറ്റി ആണല്ലോ. ഫസ്റ്റ് മാനുവൽ. ഇപ്പോ ബാറ്ററിയിലാണ് ഇത് ഓടുന്നത്. യാ, അല്ല, നിങ്ങൾ ഒരു ബോക്സിന് എത്രയാണ് ചാർജ് ചെയ്യുന്നത്? 12,000 ഫസ്റ്റ് കിറ്റ്. അത് സാം കിറ്റ് ആണ് ഞങ്ങളുടെ. സ്റ്റാർട്ട്സ് ഫ്രം 12,000. 5000 മുതൽ 12,000 വരെ വിലയുള്ള ഒരുപാട് ബൈക്സ് ഉണ്ട്. നോർമലാ പറഞ്ഞത്, മനസ്സിലായോ? പിന്നെ നിങ്ങൾ ഏത് സെഗ്മെന്റ് ആണോ ടാർഗറ്റ് ചെയ്യുന്നത്, അവർ മോസ്റ്റ്ലി ലോവർ മിഡിൽ ക്ലാസ് ആണ്. 5000 മുതൽ 12,000 രൂപയ്ക്ക് വരെ ബൈക്ക് വാങ്ങുന്ന ഒരാള് 12,000-നും 15,000-നും ഈ ബോക്സ് എന്തിനു വാങ്ങണം? ഇലക്ട്രിക്കൽ സൈക്കിൾസിന് ഓൾമോസ്റ്റ് ഇപ്പോൾ ഡിമാൻഡ് അധികമാണ്. ഏകദേശം 8 to 9 lakhs യൂണിറ്റ് സെയിൽ ആവുന്നുണ്ട്. ആൻഡ് അതിന് മിനിമം പ്രൈസ് നോക്കുകയാണെങ്കിൽ 25,000 ആണ്. ശരിയാ, 25,000 വരുന്നു. ഞങ്ങളുടെ മാർക്കറ്റ് എന്താന്ന് വെച്ചാൽ 25,000 രൂപ കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. സോ വി വാണ്ട് ടു ഡു അവരുടെ കയ്യിലുള്ള എക്സിസ്റ്റിംഗ് സൈക്കിളിൽ അവർക്ക് വേണ്ടി DIY കിറ്റ് ആക്കുന്നതിന് വേണ്ടി ദേ ക്യാൻ ഓൾസോ അഫോർഡ് സർവീസ്. ദേ ക്യാൻ ഡു ഇറ്റ് ബൈ ദംസെൽഫ് ടു. ഇതുവരെ നിങ്ങൾ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? കൺസ്യൂമർ ബേസ് ഉണ്ടോ? നിങ്ങളുടെ പ്രോഡക്റ്റ് ആരാണ് യൂസ് ചെയ്തതെന്ന്? ഞാനിത് കണ്ടുപിടിച്ചപ്പോ കുറച്ച് സ്റ്റുഡൻസിനും പേപ്പർ ഇടുന്ന പിള്ളേർക്കും ഒക്കെ ഈ ബോക്സ് ഞാൻ കൊടുത്തിരുന്നു. എന്നിട്ട് അവരുടെ ഫീഡ്ബാക്ക് മേടിച്ചിരുന്നു. സ്കൂൾ പിള്ളേർ പറയുന്നത് അവർ സൈക്കിൾ ഓടിച്ച് തിരിച്ചു വരുമ്പോഴേക്കും അവരുടെ എനർജി മുഴുവൻ പോകുന്ന, ബാഗൊക്കെ തൂക്കിയല്ലേ അവർ പോകുന്നത്. പക്ഷേ നിങ്ങളുടെ കിറ്റ് ഫിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ മുഴുവൻ എനർജിയോടെ തിരിച്ച് വീട്ടിലേക്കും വരുന്നു. പിന്നെ എക്സ്ട്രാ ട്യൂഷൻ ക്ലാസ്സിനും പോകുന്നു. പിന്നെ കളിക്കാനും പോകുന്നു. അതേപോലെ ന്യൂസ് പേപ്പർ ബോയ്സ് എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു പർട്ടിക്കുലർ ഏരിയയിലെ ഞങ്ങൾക്ക് പേപ്പർ ഇടാൻ പറ്റിയിരുന്നുള്ളൂ. പക്ഷേ നിങ്ങളുടെ കിറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞങ്ങളുടെ ഏരിയയും വലുതായി, ഞങ്ങളുടെ ഇൻകമും കൂടാൻ തുടങ്ങി. നിങ്ങളുടെ പേരൻസ് ഇവിടെ നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടോ? അതെ, യെസ്. നിങ്ങളുടെ ഈ ഐഡിയ ആദ്യം കേട്ടപ്പോൾ അവരെന്താണ് പറഞ്ഞത്? അവരാദ്യം പറഞ്ഞത്, നിങ്ങൾ എന്ത് കോപ്പറായടാ കാട്ടിക്കൂട്ടുന്നെന്നാ. കാരണം നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ട്, ഇതിലെന്തിനാ അനാവശ്യമായി ടൈം വേസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ. ഇതിന് പകരം വേറെ എവിടെയെങ്കിലും പോയി പണിയെടുത്തു കഴിഞ്ഞാൽ വീട്ടിലെ ചെലവെങ്കിലും നോക്കാൻ പറ്റുമല്ലോ എന്നാ. ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് പറഞ്ഞു. ഇവരുടെ പാരന്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അവരെ ഇങ്ങോട്ടേക്ക് വിളിച്ച് അവരോട് തന്നെ ചോദിക്കാം. തീർച്ചയായും. നമസ്കാരം. താങ്കളുടെ മകൻ ഈ വൺ ബോക്സ് ആദ്യമായി ഉണ്ടാക്കി താങ്കൾക്ക് തന്നപ്പോ താങ്കൾ അത് യൂസ് ചെയ്ത് നോക്കിയോ? ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. താങ്കൾക്ക് ഇത് വളരെ ഉപയോഗപ്രദമാണോ? നല്ല പ്രയോജനമുണ്ട്. കാരണം ദിവസേന ഞാൻ ഒരുപാട് കിലോമീറ്റർ പോകാറുണ്ട്. ഇവരിതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാലങ്ങളായിട്ട് വർക്ക് ചെയ്യുവാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓക്കെ ആയിട്ട് തോന്നുന്നു? ഇപ്പൊ നിങ്ങൾ അവരുടെ കൂടെ നിന്ന് അവരെ എൻകറേജ് ചെയ്യുന്നുണ്ടോ? എനിക്ക് ഓക്കെയാണ്. ആണോ? മക്കള് മുന്നേറുമ്പോ മാതാപിതാക്കൾക്ക് സന്തോഷം തന്നെയല്ലേ? ഓക്കെ. ഇപ്പൊ ഒരുപാട് മാതാപിതാക്കൾ ഈ ഷോ ടിവിയിൽ കാണുന്നുണ്ട്. അവരുടെ മക്കൾക്കും ഇതുപോലെ ഒരുപാട് ഐഡിയകൾ ഉണ്ടാവും. അവരോടൊക്കെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, കുട്ടികളുടെ ഇഷ്ടം എന്താണോ അത് ചെയ്യാൻ അവരെ അനുവദിക്കണം എന്നാണ്. നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. നമുക്കെന്നാ ഇതിന്റെ മാർക്കറ്റ് ഡിമാൻഡ് കൂടി ഒന്ന് നോക്കാം. യെസ് ഓർ നോ അമർത്തിക്കൊണ്ട് ഈ വൺ ബോക്സിന് എത്രമാത്രം ഡിമാൻഡ് ഉണ്ട് എന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരും.
പ്രൈസിങ് കുറച്ച് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൾസോ കോമ്പറ്റീഷൻ. അതെ അതെ. താങ്ക് യു. 85% ആളുകൾക്ക് ഈ പ്രൊഡക്റ്റ് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു. 15% ആളുകൾ സൈക്കിൾ വ്യായാമത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവരാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ ഡിമാൻഡ് എത്രയാണെന്ന് പറയൂ. ഞങ്ങളുടെ ഡിമാൻഡ് 35 lakhs ഫോർ 3.5% ഇക്വിറ്റി. പറയൂ, നിങ്ങൾ ഇവരുമായി കൈ കൊടുക്കാൻ തയ്യാറാണോ? എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പോൾ മാർക്കറ്റ് നന്നായിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓർഗനൈസ് സ്പേസ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീറ്റർ നിങ്ങളെ ഇല്ലാതാക്കാൻ നോക്കും. ഇതിൻ്റെ ഒറിജിനൽ എക്യുപ്മെൻ്റ് ഇല്ലേ, അതായത് പ്രീ ഫിറ്റഡ്, അതായത് ബാറ്ററിയുടെ ലഭ്യതയും അതുപോലെ എക്യുപ്മെൻ്റ് ലഭ്യതയും ഇന്ത്യയിൽ വളരെ ഈസി ആയിട്ട് നടക്കുന്നു. ആ ഒരു കാരണം കൊണ്ട് നിങ്ങളുമായിട്ട് സഹകരിക്കാൻ എനിക്ക് സാധിക്കില്ല. ബട്ട് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഇതിന്റെ കോസ്റ്റ് 12,000 നിന്നും 6,000 അല്ലെങ്കിൽ 5,000 രൂപയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഇതിനൊരു വലിയ വിജയം ഉറപ്പായിട്ടും ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ എനിക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒന്നും തോന്നുന്നില്ല. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് കൈതരാൻ എനിക്ക് പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഇൻവെസ്റ്റ്മെന്റിന് നിങ്ങൾ ഇനിയും റെഡിയല്ല. അതാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് കൈതരാൻ പറ്റില്ല. ഇന്നെനിക്ക് നിങ്ങളോടൊപ്പം കൈകോർക്കാൻ സാധിക്കുകയില്ല. കാരണം ഇതുവരെ നിങ്ങൾ ഈ കിറ്റിന് എന്തൊക്കെ ഡിഫറെന്റ് യൂസസ് ആണ് ഉള്ളതെന്ന് ഇതുവരെ നിങ്ങളിത് മാർക്കറ്റിൽ സെർച്ച് ചെയ്തിട്ടില്ല. നിങ്ങളിത് എന്തായാലും ചെയ്തേ പറ്റും. നോക്കൂ അഭിനവ് ആൻഡ് വിനോദ്, ഇൻവെസ്റ്റ്മെന്റും ഫണ്ടിങ്ങും നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. പക്ഷേ നിങ്ങൾ ഒരു തവണ കൂടി ഐഡിയ ബസ്സിലേക്ക് വരേണ്ടി വരും. എന്നാലും നമ്മുടെ ടൈറ്റൻസ് ഇന്ന് നിങ്ങൾക്ക് വാല്യൂബിൾ ആയിട്ടുള്ള അഡ്വൈസുകൾ നൽകിയിട്ടുണ്ട്. അവയെ നിങ്ങൾ തീർച്ചയായും പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് വീണ്ടും വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും. താങ്ക് യു വെരി മച്ച് ഫോർ ബീങ് ഹിയർ. താങ്ക് യു ടൈറ്റൻസ്. ഞങ്ങൾക്ക് കിട്ടിയ ഫീഡ്ബാക്ക് വെച്ച് ഇനിയും നന്നായി വർക്ക് ചെയ്ത് ഞങ്ങൾ വീണ്ടും നല്ല പവറോടെ വീണ്ടും ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് തീർച്ചയായും വരും.